സാർ രജനീകാന്ത് ഓഫീസിൽ നിന്ന് വിളിക്കുക. അയ്യോ, ഞാൻ ഫേക്കായിരിക്കും. നോക്കിയപ്പോൾ അങ്ങനെ തന്നെ. സാർ രജനീകാന്ത് സാർ, എല്ലാവരും പറയുമ്പോൾ ബി ഉണ്ണികൃഷ്ണൻ തന്നെ ഏറ്റവും നല്ല ചിത്രമാണ്. ഇനി എന്തെല്ലാം രീതിയിൽ ന്യായീകരണം പറഞ്ഞാലും എനിക്ക് സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുക. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഫസ്റ്റ് ഷോട്ട് കമലഹാസന് ചുറ്റും. കമലഹാസൻ ഭയങ്കര ഫെയറാണ്. ക്യാമറകളുടെ ബഹളം, ഇങ്ങനെ ഫ്ലാഷ് ഫ്ലാഷ് ഫ്ലാഷ്. സാർ എന്നൊരു ശബ്ദം. വണക്കം സാർ. സാർ പേര് ശിവാജി റാവു. എന്നാൽ ബാലുജി, ഞാൻ പറയുന്നു ഈസ് ഗോയിങ് ടു ബി എ സൂപ്പർ സ്റ്റാർ എന്നോട് ആദ്യം പറയുന്നത് ശ്രീവിദ്യയാണ്. ഒരു നായിക എന്നെ കാണാൻ വരുന്ന സമയത്ത് ആ മുരളിക്ക് വരുമ്പോൾ അവിടെ ഇട്ടിരുന്ന റബ്ബർ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോയി. അത്ര പഴയ ചെരുപ്പായിരുന്നു. അപ്പോൾ പ്രേം നസീർ എന്ന് പറയുന്ന ഒരു സ്കൂളാണ്. കുട്ടികളെ അവരമ്മ എങ്ങനെയാണ് വളർത്തുന്നത് അതുപോലാണ് സംവിധായകൻ പുതുമുഖങ്ങളെ വളർത്തുന്നത്. ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. നല്ല ക്ഷമയും വേണം. പ്രതിച്ഛായ തിരിച്ചുവരവാണ്. ഒരു ഫുൾ ലെങ്ത് റോളിൽ സാർ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസും റിവ്യൂസും ഒക്കെയാണ് വരുന്നത്. മുഖ്യമന്ത്രിയായിട്ടാണ് ചെയ്യുന്നത്. സാർ ആ റോള് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു റോളിന് സാർ എടുത്ത കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും? ഞാനങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്രിപ്പറേഷനൊന്നും എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഇത് സംബന്ധിച്ച് ഇതിൻ്റെ ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണൻ വന്ന് എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ചീഫ് മിനിസ്റ്ററുടെ വേഷമാണ്. ചീഫ് മിനിസ്റ്ററുടെ വേഷം എന്നല്ല, ചീഫ് മിനിസ്റ്ററുടെ കുടുംബകഥയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുടുംബകഥ എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് പോകുന്ന ഒരാളാണ് ഞാൻ, എനിക്കറിയാം. അങ്ങനെ ഞാൻ അങ്ങനെ സമ്മതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് ഉള്ള കാര്യം, ഈ ചിത്രത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, ഈ പറഞ്ഞ കണക്ക് ആരെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിട്ട് ഇതിന് സാദൃശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതില്ലാന്ന് പറയാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും സംഭവമായിട്ട് ഈ കഥയ്ക്കൊരു ബന്ധമുണ്ടായേക്കാം. പക്ഷേ അത് താങ്കളുടെ അഭിനയത്തെ സ്വാധീനിക്കേണ്ട. യു ആർ ഫ്രീ ടു ആക്ട് ദ വേ യു ലൈക്ക്. അല്ലാതെ ഉമ്മൻചാണ്ടിയെ പോലെ അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ രീതികളും മാനറിസംസും ഒന്നും വേണമെന്നില്ല. ഹി ഗിവ് മി എ ബ്ലാങ്ക് ചെക്ക്. അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഫ്കോഴ്സ് ഞാൻ ഐ എം ഡൂയിങ് ജസ്റ്റിസ് ദ റോളെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്ര ഒരു ഇമ്പാക്റ്റ്, നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഒരു ഇമ്പാക്റ്റ് ഈ കഥാപാത്രം ഉണ്ടാക്കുമെന്നുള്ളത് എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറമാണ്. ശരിക്കും നാട്ടുകാർ മുഴുവൻ പറഞ്ഞ് ചേട്ടാ ചേട്ടാ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഗംഭീരമായിരിക്കുന്നത്. ഗംഭീരമെന്ന വാക്കാണ് എൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഞാൻ ദൗർഭാഗ്യവശാൽ ഇതുവരെ പറഞ്ഞു കണ്ടിട്ടില്ല. ഞാൻ അഭിനയിച്ചപ്പോൾ ഉള്ള അറിവേ എനിക്കുള്ളൂ. ഇൻ്റർവൽ ആകുമ്പം ഈ പറഞ്ഞതൊക്കെ കഥയിൽ നിന്ന് ഞാൻ മാറുന്നു എന്ന് ഞാൻ കേട്ടറിഞ്ഞു. അപ്പോൾ ഇൻ്റർവലിന് ശേഷം വരുന്ന സംഭവങ്ങളൊന്നും ഞാൻ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ ഹരിശ്രീ അശോകനെയോ സായികുമാറോ ആയിട്ടൊന്നും ഞാൻ ബന്ധപ്പെടുന്നില്ല. മണിയമ്പിള്ളയായിട്ട് തന്നെ വളരെ അപൂർവമായി ജാഥയിൽ പോകുന്ന സമയത്തൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കതും അറിയത്തില്ല. അപ്പോൾ ഈ പടം എൻ്റെ സിനിമാ ജീവിതത്തിൽ നാട്ടുകാർ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അതിൽ അഭിനയിച്ച ആൾ ആദ്യം കാണുന്ന പടം ഇതായിരിക്കും. അങ്ങനെ ഒരു വ്യത്യാസം. അപ്പോൾ നാട്ടുകാരുടെ പടമാണ്. അതെ. അപ്പോൾ അതിലെ ക്യാരക്ടർ കുറച്ച് ട്രേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് അപ്പിയറൻസിൽ നമുക്ക് ചിലപ്പം അച്യുതാനന്ദനെ പോലെ തോന്നും. ചില സീനിൽ സാറ് തിരിഞ്ഞ് നിൽക്കുന്ന 1-2 സീൻ, ആ മുണ്ടൊക്കെ പിടിച്ച് തിരിഞ്ഞ് നിൽക്കുന്ന സീനിലൊക്കെ നമുക്ക് VS-നെ കാണുന്നത് ചിലർ പറയുന്നുണ്ട്. പിന്നെ സംസാരത്തിൻ്റെ ചില ശൈലികളിൽ ഉമ്മൻചാണ്ടി സാറിനെയാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ത്രെഡ് തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റെഫറൻസുകൾ ഇവർ ഏതെങ്കിലും നേതാക്കന്മാരുടെ എടുത്തിട്ടുണ്ടായിരുന്നു? ഒരു രീതിയിലും ഇല്ല. ഞാൻ കള്ളം പറയത്തില്ല. കാരണം അതൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ അതിലെ സംഭവം എന്താ വെച്ചാൽ, ഇത് ഞാൻ പലരും പറഞ്ഞു കേട്ടത്, ഈ VS അച്യുതാനന്ദനെ പോലെ എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഞാൻ ആ ടീഷർട്ട് ഇടുമ്പോഴാണ്. ടീഷർട്ട് അങ്ങനെയുള്ള കോസ്റ്റ്യൂമാണ്. ഉമ്മൻചാണ്ടി നമ്മൾ കാണാറില്ല. ഉമ്മൻചാണ്ടി നിർബന്ധപൂർവ്വം ഞാൻ രക്ഷപ്പെട്ടത് ഉമ്മൻചാണ്ടിയുടെ മുടി ഞാൻ വെച്ചില്ല. ചീകി ഒതുക്കിയ മുടിയാണ് എൻ്റെ. പിന്നെ അത് ഉമ്മൻചാണ്ടി പറയാൻ പറ്റത്തില്ല. പിന്നെ വർത്തമാനത്തിലൊന്നും ഞാൻ പറഞ്ഞ ഡയറക്ടർ എനിക്ക് ഫ്രീഡം തന്നുകൊണ്ട് ഞാനതിനൊരു ഒരു ഭാഷ കണ്ടെത്തി എൻ്റെ ശരീരഭാഷയൊക്കെ നിയന്ത്രിച്ച്, പിന്നെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതിൻ്റെ ഒരു ഗൗരവം കളയാതെ കൺവിൻസിംഗ് ആയിട്ട് സ്ക്രീൻ കാണുന്ന എനിക്കുണ്ടായിരുന്നു. അത് ഓഡിയൻസിന് അതാ ഇഷ്ടം. കാരണം ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആ മുഖ്യമന്ത്രി അല്പം ഒന്ന് അയയുന്നത്, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് ആർദ്രമാകുന്നത് ഈ മോൻ്റെ ഡീലിങ്സിൽ. അവിടെ നമുക്കൊരു സ്മാൾ അടിക്കാം എന്നൊക്കെ പറയുന്നിടത്താണ് അയാളിലെ ഒരു അച്ഛനെ അങ്ങനെയുള്ള ആ കാറിൽ ഇരുന്നിട്ട് കൊള്ളാം സുഖമുണ്ടോ സ്റ്റേറ്റ് കാർ എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് അയാൾ മുഖ്യമന്ത്രി സ്ഥാനം മറന്നിട്ടിറങ്ങി വരിക. അങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് അതിനകത്തൊരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് വരുന്നത്. അല്ലാതെ എനിക്കങ്ങനെ ഒരു തയ്യാറെടുപ്പിനായിട്ട് റിസർച്ച് മെറ്റീരിയലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഈ മിഡിൽ ക്ലാസ് സ്റ്റോറീസിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പലയിടത്തും ഇങ്ങനെ എഴുതി കാണാറുണ്ട് സാറിൻ്റെ സ്റ്റോറീസിൽ. അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കഥ കേൾക്കുമ്പോൾ, അപ്പോൾ സാറ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്ക്രിപ്റ്റ് എഴുതുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന, എനിക്കൊന്നും സാറ് കൈവയ്ക്കാത്ത മേഖലയില്ല. അപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് സാറ് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നത്? ഞാൻ ആ കഥ മൊത്തത്തിൽ 2 കാര്യം നോക്കാറുള്ളൂ.
ഈ കഥ ഞാൻ ഇന്ന് വരെ സിനിമയിൽ അനുവദിച്ചിട്ടുള്ള എൻ്റെ കലാജീവിതത്തിന് ഓക്കെയാണ്. ഇനി എന്തെല്ലാം രീതിയിൽ ന്യായീകരണം പറഞ്ഞാലും എനിക്ക് സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ സ്ത്രീയെ ബഹുമാനിക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? അതാണ് എന്നെ അമ്മ പഠിപ്പിച്ചത്. അപ്പോൾ ഇത് ഭയങ്കര പെർഫോമൻസാണ്, മാനസികമായ വൈകല്യം വന്നാണ്, അങ്ങനെ ന്യായീകരണം പറയാം. ആ സൈസ് ഞാൻ എടുക്കാറില്ല ഇന്ന് വരെ. ഇതുവരെ ഉള്ള 50 വർഷ സിനിമയിൽ ഞാൻ എത്രയോ സിനിമകൾ ചെയ്തു. അതിൽ എത്രയോ നായികമാരെ അവതരിപ്പിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, കുറ്റപ്പെടുത്തി പറയല്ല. ഒരു നായിക പോലും അവരുടെ ഒരു ഡിഗ്നിറ്റിക്ക് താഴെ എന്തെങ്കിലും രംഗം ചെയ്യേണ്ട സിറ്റുവേഷനിൽ പടത്തിൽ വന്നിട്ടില്ല. അവരെല്ലാവരും നല്ല രീതിയിൽ സിനിമയിൽ നിന്ന് യാത്ര പറഞ്ഞ് വിവാഹം കഴിച്ച് നല്ല രീതിയിൽ നല്ല നിലയിൽ കുടുംബജീവിതം നയിക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നത്. അതാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഞാൻ പറയുന്നത്. അല്ല, അവരൊക്കെ വളരെ സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും അവരുമായിട്ടൊന്നും ഇൻറ്ററാക്ഷൻ ഒന്നും എനിക്കില്ല. പക്ഷേ അവരുടെ ഓർമ്മകളിൽ ഞാൻ ഇപ്പോൾ എന്നും കാണും. മനസ്സിലായില്ല? അവരുടെയൊക്കെ ഞാൻ ആരെന്ന് പറയത്തില്ല. ഒരു നായിക എന്നെ കാണാൻ വരുന്ന സമയത്ത് ആ മുറിയിലേക്ക് വരുമ്പോൾ അവിടെ ഇട്ടിരുന്ന റബ്ബർ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോയി. അത്ര പഴയ ചെരുപ്പായിരുന്നു. ആരെന്ന് ചോദിക്കണ്ട, ഞാൻ പറയുക. അവരിന്ന് എത്രയോ ഉയർന്ന തലത്തിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ അവരുടെ ഓർമ്മയിലും ആ സാധനം കാണണമെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്ന എത്തിയുള്ളവരെല്ലാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചില ആ നിർബന്ധങ്ങൾക്കൊന്നും ഞാൻ അയവ് വരുത്താറില്ല. ഒരാ കഥ പറയുമ്പോൾ ഞാൻ ഇതുവരെ അനുവർത്തിച്ചിട്ടുള്ള എൻ്റെ സിനിമാ ശൈലിക്ക് കളങ്കമാവുമോ? ഇല്ലെങ്കിൽ എന്തും ചെയ്യും. മനസ്സിലായില്ല? അല്ലാതെ ഒരു മാറ്റത്തിന് വേണ്ടി ചെയ്ത് കളയാം, അതില്ല. എനിക്കൊരു കുടുംബ സംവിധായകൻ്റെ പേരാണ്, കുടുംബ നടനാണ് ഞാൻ. സാഹസികമായ സിനിമയൊക്കെ എനിക്ക് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ സ്ത്രീത്വത്തെ ഞാൻ ഒരു രീതിയിലും ഒരുപാട് എനിക്കിപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്ത്രീത്വത്തെ ദുരുപയോഗം ചെയ്യുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലായിടത്തും ഉണ്ട്. ഐ ഡോണ്ട് കെയർ ഇറ്റ്. അത് അവരുടെ വിജയനമാർഗം എടുക്കുക. പക്ഷേ ശരിയല്ല. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എന്ന് കേട്ടാണ് ഞാൻ പഠിച്ചതും വളർന്നതും ഇപ്പോഴും ജീവിക്കുന്നത്. അത് എത്ര പേരെ യോഗ്യരുണ്ടെന്ന് അവർ നിശ്ചയിക്കട്ടെ. ഇപ്പോൾ സിനിമ പറയുന്നത് ആ ഒരു കാര്യമാണല്ലോ, ഒരാളുടെ കുടുംബജീവിതത്തിനെ എങ്ങനെ അത് അഫക്റ്റ് ചെയ്യും. അലിഗേഷൻസ് നമ്മൾ പ്രൈം ടൈം ന്യൂസ് ആയിരിക്കും, പക്ഷെ അവരുടെ കുടുംബത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള വളരെ അതായത് നമ്മളിപ്പോൾ ഒരു വെറുതെ കയറിയിട്ട് ഒരാളിനെ പറ്റിയിട്ട് കഷ്ടം തോന്നും. ഇപ്പോഴാണെങ്കിൽ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുക. ഓർത്തു നോക്കണം നിങ്ങൾ. ജോലി സ്ഥലത്ത് സമ്മർദ്ദം, ആത്മഹത്യ. അമ്മയും കുഞ്ഞും അമ്മൂമ്മയും ഒരുമിച്ച് ആത്മഹത്യ എന്നൊക്കെ പറയുന്ന ഒരു വളരെ നിസ്സാരമായ കാര്യമായിട്ടാണ് പത്രത്തിൽ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഹീനമായ കുറ്റകൃത്യം ചെയ്യുന്നവൻ്റെ 3 ഫോട്ടോ നിങ്ങൾ അടിക്കും പത്രക്കാർ. റാങ്ക് വാങ്ങിക്കുന്ന പയ്യൻ്റെ മൂല കൊടുക്കുകയും ചെയ്യും. എന്ത് കഷ്ടമാണ്! ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ചവച്ചിറക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഞാൻ സ്ത്രീയാണ് എന്നുള്ളതിൻ്റെ പേരിൽ ആ കാർഡ് ഉപയോഗിച്ച് നാശത്തിൻ്റെ വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു കുടുംബം നശിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴും ഞാൻ പറയുന്നത്, നമ്മുടെ നിയമവ്യവസ്ഥയിൽ അതിനെ ചെറുക്കാനുള്ള സംഭവങ്ങൾ ചെയ്തില്ലെങ്കിൽ ശാന്തി എന്നുള്ള സ്ഥാനം സമൂഹത്തിൽ കാണില്ല. പിന്നെ വേറൊരു കാര്യം, ജനം ഭയങ്കര ബുദ്ധിമാനാണ്. ആരെന്ത് പറഞ്ഞാലും പത്രം വായിച്ചാൽ ദേ വിൽ റീഡ് ബിറ്റ്വീൻ ലൈൻസ്. ഇവർക്കൊക്കെ അറിയാത്. അപ്പോൾ അത് എന്തെന്ന് കൊടുത്താലും അവരൊരു മാർജിൻ ഇട്ടിട്ട് വിശ്വസിക്കത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ളവർ അപവാദം പ്രചരിപ്പിക്കുന്നത് ഉദരനിമിത്തം ബഹുകൃത വേഷം, അങ്ങനെ എഴുതി തള്ളുക. ഒരുപാട് നടന്മാരെയും നടിമാരെയും അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. ആ ഒരു ഫൈൻഡിൻ്റെ പിന്നിൽ സാറ് ഇടുന്ന എഫേർട്ട്, അതെങ്ങനെയാണ് ആ ഒരു എഫേർട്ട്? ഞാൻ ഇന്ന് വരെ അടുത്ത സിനിമ ചെയ്യാൻ പോവുകയാണ്, നായിക ആവശ്യമുണ്ട്, പരസ്യം കൊടുത്തിട്ടില്ല. ഞാൻ തേടി പിടിക്കാൻ അന്വേഷിക്കാറില്ല. വന്ന് ഭവിക്കുന്ന വിധിയാണ്. അത് പറഞ്ഞാൽ തീരില്ല, നമ്മുടെ ഇൻ്റർവ്യൂ തീരില്ല. ഓരോ ആൾക്കാരും അങ്ങനെ വന്നതാണ്. അത് ഞാൻ എൻ്റെ നായികമാരെ പറ്റിയിട്ട് ഞാനൊരു സീരീസ് ചെയ്യാൻ പോകുന്നുണ്ട്, പൊതുജനം അറിയാൻ വേണ്ടിയിട്ട്. എല്ലാ നായികമാരും കേട്ടോട്ടെ, അവരെങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത്, അവരെങ്ങനെയാണ് പടത്തിൽ വന്നത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് എൻ്റെ ഉണ്ട്. അത് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞാലേ ഞങ്ങൾ അറിയത്തുള്ളൂ. അതെൻ്റെ നായകന്മാരെ പറ്റിയിട്ട് ഒരു സീക്വൻസ് വരുമ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. സിനിമാ ജീവിതത്തിൻ്റെ കാര്യം പറയുമ്പോൾ സാർ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ മുമ്പ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, രജനീകാന്തുമായിട്ടൊരു അഭിമുഖം ചെയ്തതിൻ്റെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് രജനീകാന്തിൻ്റെ അഭിമുഖമല്ല, അതായത് പറഞ്ഞുതരാം. മാതൃഭൂമിയിലാണ് വന്നത്. ഞാൻ രജനീകാന്തിൻ്റെ താരമാകുന്നതിന് മുമ്പ് കണ്ട ആളാണ്. മദ്രാസിൽ ഓൾഡ് വുഡ്ലാൻഡ്സ് എന്നൊരു അവിടെ ഞായറാഴ്ചകളിൽ ഞാൻ പത്രക്കാരനാണ് നിങ്ങളെമാതിരി. അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. അവിടെ സിനിമാ താരങ്ങൾ വരും. അപ്പോൾ ഞാനവിടെ എങ്ങനെ പോകുമ്പോൾ ഒരിക്കൽ അവിടുത്തെ
ഹാളിൽ ഒരു ടേബിളിന് ചുറ്റും ഈ ബോയ്സ് ഈ കാക്കി നിക്കറിട്ട് ബക്കറ്റ് ഇട്ട് വേസ്റ്റ് എടുക്കുന്ന വേഗമുണ്ട് കൂടി നിൽക്കുന്നു. അപ്പോൾ ഞാൻ പത്രക്കാരൻ അന്വേഷിച്ചു എന്താ അത്. അപ്പോൾ അതിനിടയിൽ ഒരു നിറം കാണാം, ഇവരെ ശരീരഭാഗങ്ങളുടെ ഇടയിൽ കൂടെ അവിടെ കാണാൻ. അത് ചുവപ്പ് കളറിലുള്ള ടീഷർട്ടും വേറെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പാൻറ്റും ഒക്കെ ഇട്ട് കറുത്തൊരാളാണ്. അപ്പോൾ ഞാൻ എന്താ ബാധിച്ചു, അയ്യോ സാർ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന അഭിനയം പഠിക്കുന്ന ഒരാളാണ്, അയാൾ വന്നാൽ കുറേ തമാശയെ കാണിക്കും, അതുകൊണ്ട് പിള്ളേർ നിൽക്കുക. അപ്പം നോക്കിയപ്പോൾ പുള്ളി സേർട്ട് ഇങ്ങോട്ട് പിടിക്കുക, കഥ പിള്ളേരിങ്ങനെ നോക്കി നിൽക്കുക, ഫസ്റ്റ് ഓഡിയൻസാണ്. അപ്പോൾ യുവന്മാർ പറഞ്ഞപ്പം അല്പം കഴിഞ്ഞപ്പം പുള്ളി വന്നു എൻ്റെ അടുത്ത്, വണക്കം സാർ, சார் என் பேர் சிவாஜி ராவ் இன்ஸ்டியூட்டில். சரி, நான் கேள்விப்பட்டேன் நீங்கள் பத்திரிகையில் ஒர்க் பண்ணுறேன். ஆமாம் சார், என்னுடைய ஒரு ஃபோட்டோ கொடுத்தா கொஞ்சம் நீங்கள் ஒரு റൈറ്റ് പോட முடியுமா? അപ്പം ഞാൻ എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ നിങ്ങൾ കൊടുത്തിരിക്കും. ഇയാൾ പിറ്റേ ദിവസം തന്നെ വെച്ച് കണ്ടപ്പം എനിക്കൊരു ഫോട്ടോ തന്നു. ഞാൻ ഈ ഫോട്ടോ എടുത്ത് നേരെ ഞാൻ ഓഫീസ് അയച്ചു. അന്ന് എൻ്റെ സുഹൃത്താണ് കോന്നിയൂർ ബാസ്, മരിച്ചുപോയി. പുള്ളിയുടെ പ്രൂഫ് റീഡറാണ്. അപ്പം ഞാൻ ഇത് നിങ്ങളുടെ നാനയ്ക്കകത്ത് താരങ്ങളുടെ പുതുമുഖങ്ങളുടെ ബാക്കിലൊരു കോളം ഉണ്ടല്ലോ, ഇട്ടേക്കണമെന്ന് പറഞ്ഞു. ഒരാഴ്ചയായിട്ട് പോയിട്ടില്ല. ഞാൻ പിന്നെ വിളിച്ചു. അപ്പോൾ ഇയാൾ അടുത്ത ആഴ്ച വന്നപ്പോൾ ഞാൻ കണ്ടു ഇയാളെ. അപ്പോൾ എനിക്കൊരു വാക്ക് കൊടുത്താൽ പാലിക്കണം നിർബന്ധമാണ്. ഞാൻ വിളിച്ചു, ഭാഷ അയ്യോ എന്നെ അതേ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഏത് ഫോട്ടോ, ഇതാരുടെ ഫോട്ടോ, വേണ്ടത് ഇങ്ങനെയുള്ള ഫോട്ടോ ഇടാൻ പറ്റത്തില്ല, ഞാനേക്കകത്ത് ഞാനയുടെ കോളത്തിന് വിലയുണ്ട് എന്ന് അവർ പറഞ്ഞെന്ന്. അവിടെ ഇടാൻ പറ്റത്തില്ല. അയ്യോ മോശമാണല്ലോ, ഞാൻ വാക്ക് കൊടുത്തു പോയി. അപ്പോൾ ഞാൻ പിന്നെ ഇയാളെ കണ്ട ഒഴിവാക്കാൻ തുടങ്ങി. ആരെ ഇയാളെ കണ്ടാൽ എനിക്ക് അറിയത്തില്ലല്ലോ, ഇയാളെ ഞാൻ മാറി നടക്കും, എനിക്ക് വാക്ക് വായിക്കണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീവിദ്യ ഏതോ സമയത്ത് അവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ പറഞ്ഞു, അടയാർ സ്റ്റുഡിയോയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടാവും, വന്നാൽ മതി. അതേത് പടം വെച്ചാൽ കെ ബാലചന്ദ്രൻ്റെ അപൂർവരാഗങ്ങൾ, അവിടെ വന്നാൽ മതി. ഞാൻ അവിടെ ചെല്ലുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഫസ്റ്റ് ഷോട്ട് കമലഹാസന് ചുറ്റും. കമലഹാസൻ ഭയങ്കര ഫെയറാണ്, ക്യാമറകളുടെ ബഹളം, ഇങ്ങനെ ഫ്ലാഷ് ഫ്ലാഷ് ഫ്ലാഷ്. അപ്പം ഞാൻ അങ്ങനെ നോക്കി, ബട്ട് വിദ്യ എനിക്ക് കാണേണ്ടത്. അങ്ങനെ നോക്കി ഞാൻ വിദ്യ അന്വേഷിച്ച് പോകാൻ വന്നപ്പം അതിൻ്റെ സൈഡിൽ സാർ എന്നൊരു ശബ്ദം. ഞാൻ നോക്കിയപ്പം വളരെ ഡേർട്ടി ആയിട്ടൊരു മനുഷ്യൻ ഇരിക്കുന്നു പോലെ, താടിയൊക്കെ വളർത്തി. സാർ புரியுதா என்ன இது, நான் இந்த உட்லண்ட்ஸில் அது அந்த ஃபோட்டோ அதில் விட்டுருக்கேன் சார், நோ ப்ராப்ளம். நான் ஹாப்பி நியூஸ் சார், இப்போ இந்த படத்தில் பாலச்சந்திர சார் எனக்கு ஒரு நல்ல வேஷம் கொடுத்துருக்கு சார், உங்க வந்தால் ரொம்ப அன்னை இல்லை நம்ம அந்த ஃபோட்டோ இல்லை சார், அது விட்டுருங்க சார், நோ ப்ராப்ளം എന്ന് വിട്ടത്. ഞാൻ വിദ്യ കണ്ടു. അപ്പോൾ വിദ്യ തിരിച്ച് കുടംഭാഗത്ത് പോകുന്നുണ്ട്. എന്നെ ബാലുജിയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി കാര്യം പറഞ്ഞു. ഞാൻ പത്രക്കാരനാണ്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ പത്രക്കാരൊക്കെ ഭയങ്കര ഓറാണ്, എന്താ ഇല്ല അവിടെ കമലഹാസന് ചുറ്റും ലൈറ്റിൻ്റെ ബഹളം, ഇപ്പുറത്തൊരാളൊരു പുതുമുഖം വരും, അയാളെ എന്തെങ്കിലും അയാളെ കൂടെ മൈൻഡ് ചെയ്യണ്ടേ, അയാളെ താഴെ ഇരുന്ന ആളാണോ? അതെ എന്നാൽ ബാലുജി ഞാൻ പറയുന്നു ഈസ് ഗോയിങ് ടു ബി എ സൂപ്പർ സ്റ്റാർ എന്നോട് ആദ്യം പറയുന്നത് ശ്രീവിദ്യയാണ്. അവിടുന്ന് അപ്പോൾ ഈ സംഭവം ഞാനിങ്ങനെ പറഞ്ഞപ്പം മാതൃഭൂമിയിലുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു രാജകുമാരോ കേട്ടോ, അയ്യോ ബാലുജി നല്ല രസമുള്ള സ്റ്റോറിയാണല്ലോ, നിങ്ങളൊന്ന് എഴുതാമെന്ന് ചോദിച്ചു. അങ്ങനെ എഴുതി ഞാൻ സൺഡേ സപ്ലിമെൻ്റ് കൊടുത്തു. ഇത് കൊടുത്തപ്പോൾ ഞാൻ ഹൈദരാബാദിലാണ്. ഇത് കേട്ട് ഞാൻ ഹൈദരാബാദിൽ ഒരു ട്രീറ്റ്മെൻറ്റിനാണ് പോയത്. അപ്പോൾ ഞാൻ എൻ്റെ നമ്പരാനും കൊടുത്തില്ല. പക്ഷേ എൻ്റെ അവിടുത്തെ കോൺടാക്റ്റ് വെച്ചിട്ട് ഒരാൾ പിടിച്ചിട്ട് എന്തിനാണോ സംസാരിക്കും, ആരാത് സാർ രജനീകാന്ത് ഓഫീസിൽ നിന്ന് വിളിക്കുക. അയ്യോ ഞാൻ ഫേക്കായിരിക്കും നോക്കിയപ്പോൾ അങ്ങനെ തന്നെ. സാർ രജനീകാന്ത് സാർ சார் என்ன மலையாளி ஃப்ரெண்ட்ஸ் சொன்னார், நீங்கள் இப்போ தான் தெரிஞ்சது எனக்கு ഒരു ആർട്ടിക്കിൾ. ഞാനങ്ങ് എന്ത് പണിതറിയാമതായിപ്പോയി. ഞാൻ ഇപ്പോൾ ഹൈദരാബാദിലാണ്, ഞാൻ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ പുള്ളി സുഖമില്ലാത്ത സിംഗപ്പൂരിൽ പോയി. അങ്ങനെ മിസ്സായി മീറ്റിംഗ്. അതാണ് ആ കഥ. ആ ക്ലിപ്പിംഗ് എന്തൊരു ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇയാളെ പറ്റി അത് അയാളെ ഇൻ്റർവ്യൂ ചെയ്തതല്ല, നമ്മളങ്ങനെ ചോദിച്ചത്. ആ ഓർമ്മ വെച്ച് ഞാൻ എഴുതിയതാണ്. അതെ. അതുപോലെ തന്നെ കമൽഹാസനുമായിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവസാന നിമിഷം നടന്നില്ല. അത് നടന്നു, 10 ദിവസം ഷൂട്ട് ചെയ്തു. പിന്നെ അതങ്ങ് ഷെൽവ് ചെയ്തവർ. അതെന്താ? അത് അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഇതാണ് സംഭവം. ഓക്കെ ഓക്കെ. പിന്നെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവേഷൺമുഖിയുടെ തലയിൽ കയറി. ഇതിൽ നിന്ന് ആ ഇൻസ്പിറേഷൻ കിട്ടിയപ്പോൾ പിന്നെ ഇത് വേണ്ട താല്പര്യം. അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ബലവാനായിരുന്നില്ല. അപ്പം ഞാൻ അതങ്ങ് ഒഴിഞ്ഞു. അപ്പോൾ ആ സിനിമ സാറ് പിന്നീട് ഇല്ല, അത് ഉപേക്ഷിച്ച 10 ദിവസം കമൽഹാസനെ ഷൂട്ട് ചെയ്തു, അത് പോയി. മറ്റേ വന്നുകൊണ്ട് പിന്നെ ഞാൻ താല്പര്യം കാണിച്ചില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അതെ അതെ. പിന്നെ സാറ് ഇപ്പോൾ പത്രപ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ടൈംസ് ഓഫ് ഇന്ത്യയിലെ ജോലി ഉപേക്ഷിച്ചിട്ട് ജോലി ചെയ്തില്ല. എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ താല്പര്യം സിനിമയാണ്. അതെ, ടൈംസ് ഓഫ് ഇന്ത്യ സിനിമ വരാൻ പറ്റുമോ? അപ്പം ഞാൻ ഇതിലേക്ക് പോയി.
അപ്പോൾ നാനയിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഇഷ്ടം കൊണ്ട് മാത്രം അത്രേ ഉള്ളത്, വന്നതാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഈ തിരക്കഥകൾ, സാറിൻ്റെ ഈ തിരക്കഥകളും കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ പോലെ ഫാമിലിക്കൊരു വിശ്വാസമുണ്ട്. 50 വർഷം കൊണ്ട് ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സാറ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതുപോലത്തെ തിരക്കഥകൾ നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. അല്ല, സ്റ്റോറി മേക്കിംഗ് എപ്പോഴും നമുക്ക് എവിടെ ഇരുന്നും ഉണ്ടാക്കാമല്ലോ, അതിനാരുടെ സഹായമുണ്ട്. ഞാനും എൻ്റെ നിലയിൽ വരുന്ന കഥ ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ തീരുമാനിച്ച ഈ എന്താ പറയുക, ഈ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, എനിക്ക് ഉണ്ടായ ബ്രേക്ക് എന്നെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എൻ്റെ തൊഴിലിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഐ ആം ഗോയിങ് ടു ഗീവ് പ്രിഫറൻസ് ടു ആക്ടിങ് ആൻഡ് സ്ക്രിപ്റ്റിംഗ്. സംവിധാനം എനിക്ക് അത്ര അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ കടത്തിൽ എൻ്റെ ആക്ടർ എന്ന രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ അക്സെപ്റ്റൻസ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ എന്താ പറയണ്ടേ, പ്രായോഗികമായിട്ട് ഉപയോഗിക്കണം. അതെനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രം, അല്ലാതെ എനിക്കിപ്പോഴും ഒരുപാട്, ഞാൻ എത്ര പടങ്ങൾ ചെയ്തോ അതിൻ്റെ ഇരട്ടി ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അത് മഹത്വം പറയല്ല, എൻ്റെ ശരീരക്കൂറിനും എൻ്റെ രീതിക്കും പറ്റുന്ന കഥാപാത്രങ്ങളെ ചെയ്യത്തുള്ളൂ. അതാണ് ഇപ്പോൾ ഈ പടത്തിലൊരു അച്ഛനായതുകൊണ്ട് എല്ലാ പടത്തിലും ഞാൻ അച്ഛനാവത്തില്ല. ഒരുപാട് വേഷം എന്നെ ഇപ്പോൾ ഒരുപാട് പേര് വന്ന് ബാലേന്ദ്രമേനോട് അഭിനയിക്കാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യില്ല, അതൊന്നും ശരിയല്ല, അതൊന്നും അഭിനയമല്ല. ബാലേന്ദ്രമേനോനായിട്ട് എൻ്റെ ജീവിതത്തിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ, സിനിമ അഭിനയിക്കാൻ പറ്റൂ. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഞാൻ നിങ്ങൾ ഏതെങ്കിലും രീതിയിലൊരു പ്രോഡക്റ്റിന് സ്പോൺസർ ചെയ്തിട്ട് ഇന്ന സോപ്പ് അല്ലെങ്കിൽ തേയില, ഞാൻ നല്ല കുടുംബസംവിധാനമല്ല, എനിക്ക് ഇഷ്ടം പോലെ ഉപയോഗിച്ചുകൂടെ, അടുക്കള ചൂല് ഇതൊക്കെ പ്രശ്നിക്കാം. ഞാൻ ചെയ്യാറില്ലത്. അത് ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഈ പറയുന്നത്. സോഷ്യൽ മീഡിയ കുറേ ഇരിപ്പുണ്ട് എഴുതാനായിട്ട്, അല്ല ഞാൻ പറയാൻ കാരണം അതെൻ്റെ കപ്പ് ഓഫ് ടീ അല്ല. അപ്പോൾ അത് ഇനി നിങ്ങൾ ചോദിച്ചോടുന്നത് ഞാൻ അഭിനയത്തിലും സ്ക്രിപ്റ്റിങ്ങിലും താല്പര്യം കാണിച്ച് നോക്കാം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അതിനെന്നെ പ്രേരിപ്പിക്കുന്നു ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ അഭിപ്രായം. സാർ കൈവയ്ക്കാത്ത മേഖലയില്ല. ഒരു സിനിമയിൽ തന്നെ ഇത്രയധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴുള്ളവർക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരിക്കും. അതും അത്ര പെർഫെക്റ്റ് നല്ലൊരു ഔട്ട് കിട്ടുക എന്ന് പറയുന്നത്, ഇപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം, അത്ര ഔട്ട് കിട്ടുക, അതെങ്ങനെയാണ് സാർ മാനേജ് ചെയ്യുന്നത്? നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ആണ്, അത്രേ ഉള്ളൂ. അത് എൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിലും എൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. എന്നിട്ട് ഇടപെടുകയല്ല, നമുക്ക് ഇന്ന പോലെ വരണം, നമ്മൾ തീരുമാനിക്കും. അതുകൊണ്ട് എന്ത് പറ്റും? അതുകൊണ്ട് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഏത് രീതിയിലും നമ്മുടെ കഥയെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. റിജിഡല്ല ഞാൻ, വേറൊരാളുടെ അടുത്ത് കിടത്ത് ആ സ്വാതന്ത്ര്യം കാണിക്കാൻ പറ്റില്ല, നമ്മളാകുമ്പോൾ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റാറുണ്ട്. എനിക്ക് പറഞ്ഞ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ, ആക്ടിങ്, മ്യൂസിക്, റീ റെക്കോർഡിങ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മ്യൂസിക് ചെയ്ത പടങ്ങൾ ഞാൻ മ്യൂസിക് ചെയ്യുന്നതിൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ എടുക്കാത്ത കാരണം വെച്ചാൽ അതെനിക്ക് മാത്രമുള്ളതാണ്, എൻ്റെ അറിവ് പരിമിതമാണ്. എനിക്കെൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. വേറൊരാൾ വന്നിട്ട് ഇത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിനുള്ള കോപ്പ് എൻ്റെ ഇതില്ല. ഇല്ലാത്തത് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമുക്കറിയാവുന്നത് നമ്മൾ ഷുവർ അല്ലാത്ത നമ്മൾ മറ്റൊരെ കൊണ്ടുവരുത്, നമുക്ക് ചെയ്യാം, ഇല്ലേ? അതെ, അതാണ് ഞാൻ എൻ്റെ പടങ്ങളെ പാട്ടുകളൊക്കെ ചെയ്തത് അങ്ങനെ തന്നെയാണ്. അത് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു എൻ്റെ ഡിസൈൻസ് അതിലൊക്കെ എൻ്റെ നിലപാടുണ്ട്. ഞാൻ തന്നെ എല്ലാവരുടെ ഇടപെടലല്ല വേണം, നമ്മൾ കുഞ്ഞല്ലേ, അതാണ് ചെയ്തത്. പിന്നെ സാറിൻ്റെ സിനിമകളിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമുണ്ട്, ഈ ഓൾറെഡി ഈ ആക്ടേഴ്സിനെ സാർ ബ്രേക്ക് ചെയ്യാൻ നോക്കും. എന്ന് വെച്ചാൽ അവർ കൊണ്ടുവരുന്ന സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാൻ, ഇപ്പം നസീർ സാറിനെ വരെ അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കഥ പറയുമ്പോൾ തന്നെ ആക്ടേഴ്സിന് ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ, അത് സാർ എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്യുന്ന ഒരു? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തരും ഓരോ സ്കൂളാണ്. അപ്പോൾ പ്രേം നസീർ എന്ന് പറയുന്നൊരു സ്കൂളാണ്, മധുസാർ എന്ന് പറയുന്നൊരു സ്കൂളാണ്. എൻ്റെ ഭാഗ്യമെന്ന് പറയുന്നത് അവരുമായിട്ട് തിക്കുറിശ്ശേരനിൽ നിന്നാണ് എൻ്റെ തുടക്കം. എന്നുവെച്ചാൽ ആദ്യകാലങ്ങളിൽ അങ്ങനെയുള്ള മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ താരം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എത്ര സ്കൂളിൽ പഠിച്ചു. അപ്പോൾ അവരൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച ഡയറക്ടറല്ല. അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പം, പത്രക്കാരനായിട്ട് നടന്നപ്പോൾ അവരുടെ പിന്നാലെ നടന്നപ്പം അവരുടെ ഒരുപാട് അനുഭവങ്ങൾ എടുപ്പം, അപ്പോൾ അതൊക്കെ എന്നെ പ്രിപ്പയർഡാക്കി. അപ്പോൾ അതുകൊണ്ട് അവരുടെ എല്ലാം ഒരു കോച്ചിങ്ങിൽ പഠിച്ച ആളാണ് ഞാൻ. അവരൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ എനിക്കതിൽ ബുദ്ധിമുട്ടില്ല, മനസ്സിലായില്ലേ? നമുക്ക് അത് ഓരോരുത്തരും ഓരോ, പിന്നെ നമ്മൾ എങ്ങനെ പ്രാക്ടിക്കലി സ്പീക്കിംഗ് എന്ന രീതിയിൽ എന്താ പറയുക, ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞാൻ ഡയറക്ടറാണെന്ന് ഇരിക്കുകയല്ല. നിങ്ങളിപ്പോൾ എന്തൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങളിൽ നിന്ന് എനിക്ക് ബെസ്റ്റ് എടുക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ പഠിക്കാൻ നമുക്ക് ചൂരിലും പിടിച്ച് നിൽക്കുകയല്ല. നിങ്ങളുടെ നോട്ടത്തിലും നിങ്ങളുടെ മൊമെൻറ്റിലും നോക്കിയിട്ട് നിങ്ങൾക്ക് കക്ഷം എന്ന വാക്ക് വരത്തില്ല. ഞാൻ എടുപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞാൽ ആ പടം തീരില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ അത് അഡ്ജസ്റ്റ് ചെയ്താകുന്ന വേണ്ട എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഇയാളെ കുട്ടികളെ അവരമ്മ എങ്ങനെയാണ് വളർത്തുന്നത് അതുപോലാണ് സംവിധായകൻ പുതുമുഖങ്ങളെ വളർത്തുന്നത്. ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും, നല്ല ക്ഷമയും വേണം. പല സംവിധായകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ന ആളെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് സൂപ്പർ താരങ്ങളുടെ വർക്ക് ചെയ്ത ആളാണ് സാർ. ഇതുപോലെ ഇടപെടലുകൾ ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും? സോറി,
എൻ്റെ 50 വർഷത്തെ സിനിമാ ജീവിതം എടുത്താൽ അഭിമാനപൂർവ്വം ഞാൻ പറയും, എനിക്ക് ഒരു സെറ്റിലും ഒരു സഹപ്രവർത്തകയിൽ നിന്നും മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ പടങ്ങളിൽ ഒരു സമയം അഭിനയിച്ചുകൊണ്ട് ജഗത് ശ്രീകുമാർ പോലും എൻ്റെ ഒരു പടത്തിനും ഡേറ്റിന് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പ്രശ്നകാരി എന്ന് പലരും പറയുന്ന തിലകനാശാൻ, ഏറ്റവും മുടിയേറ്റം ഗോപിയാശാൻ, എല്ലാവരും എൻ്റെ പടത്തെ സഹകരിച്ചിട്ടുണ്ട്. എനിക്ക് അവരുമായിട്ടൊക്കെ നല്ല ഓർമ്മകളേ ഉള്ളൂ. അതൊന്ന് ഞാൻ പലയിടത്തും പറഞ്ഞാണെങ്കിലും പറയുക, സാമ്പത്തികമായ കാര്യമാണെങ്കിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്ത ഒരു ചെക്കും മടങ്ങിയിട്ടില്ല. ഞാൻ വാങ്ങിയ ചെക്ക് ഇപ്പോഴും പറയും, ഞാൻ ഒരു ചെക്ക് ഒഴിച്ച് ഒന്നും മടങ്ങിയിട്ടില്ല. ആ ഒരു ചെക്ക് മടങ്ങാൻ കാരണം എൻ്റെ ഒരു കുടുംബ ബന്ധമുള്ള ഒരാളിൻ്റെ ഞാൻ കേസിന് പോയില്ല, വിട്ടു. അപ്പോൾ എനിക്ക് സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു ക്രൂരമായ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഏറ്റവും ഉപരി ഞാൻ ചെയ്ത നല്ല സിനിമകളുടെ നല്ല ഫലം ഇവിടുത്തെ പൊതുജനം തന്നിട്ടുണ്ട്. എനിക്ക് അവരെപ്പറ്റി ഒരു പരാതിയില്ല. എന്ത് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ എഴുതിക്കോട്ടെ, അവർക്കറിയാം ബാലേന്ദ്രൻ എന്താണെന്ന്. ഇപ്പോൾ ഏപ്രിൽ 18 എന്ന് പറയുന്ന സിനിമ എടുത്ത ശേഷം ഏപ്രിൽ 18 എന്ന ദിവസം കല്യാണം കഴിച്ച ഒരു 15 ദമ്പതികൾ എനിക്കറിയാം. അവരിന്നും ഉണ്ട് എൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ. കാരണം ആ സിനിമയിലെ ദാമ്പത്യം പോലെ ഞങ്ങളുടെ ദാമ്പത്യമാവും. ഞാൻ പേര് പറയുന്നില്ല, ഒരു എല്ലാം ഓർത്ത് വയ്ക്കുന്നതാണ്. ഒരു അറിയാവുന്ന ആളാണ്, ഞാൻ പറയേണ്ട ആ പേര് പോട്ടെ. അയാൾക്ക് പ്രേമം ഉണ്ടായിട്ട് പ്രേമം ഇങ്ങനെ കുടുംബരി കൊണ്ട് ഘട്ടമെത്തിയപ്പോൾ എന്തോ ഒരു പ്രശ്നം വന്ന് അവർ പിരിയാൻ തീരുമാനിച്ചു. പ്രേമം അവസാനിപ്പിച്ച് പിരിയാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ തീരുമാനിച്ചത് പിരിയുന്നതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു സിനിമയും കണ്ട് ഒരു ഭക്ഷണം കഴിച്ച് പിരിയാം. അവർ പ്രാക്ടിക്കലാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് അവർ പിന്നീട് ഒരു സിനിമ കാണാനായിട്ട് പോയി. ആ സിനിമ ഏപ്രിൽ 18. ഏപ്രിൽ 18 സിനിമ കഴിഞ്ഞിട്ട് ഇവർ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന് തീരുന്നത് അവർ നമുക്ക് കല്യാണം കഴിക്കാം. എന്താ അത്? അല്ല, ഇതുപോലൊരു ജീവിതം നമുക്ക് കിട്ടിയാൽ മതി. കഴിച്ചവരുണ്ട്, അവരിപ്പോഴും എത്രയോ വർഷമായി. ഏപ്രിൽ 18 സമയത്ത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ അഭിനമിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതാണ്. ഇതില്ലാത്ത പറയല്ല കേട്ടോ. അതുപോലെ സമാന്തരങ്ങൾ, ഇപ്പോൾ തിലകൻ സാറിൻ്റെ കാര്യം പറഞ്ഞോളൂ. തിലകൻ സാറിനെയാണ് ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. പിന്നെ ചേട്ടൻ തന്നെ സാറ് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ ഇപ്പം അച്ഛൻ റെയിൽവേ ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇത് പ്രചോദനം അത് എല്ലാവരും പറയുന്നതാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറുമായിട്ട് ഒരു ബന്ധമില്ല. യഥാർത്ഥത്തിൽ ആ കഥാപാത്രം മുസ്ലിം ആകാനുള്ള കാരണം എൻ്റെ അച്ഛൻ്റെ സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ എന്ന്, മരിച്ചുപോയത് അച്ഛൻ്റെ സഹപ്രവർത്തകനാണ്. ആ സുലൈമാന് ഒരു ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മയാണ് സുകുമാരി ചേച്ചി. എൻ്റെ സ്വകാര്യ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല, എൻ്റെ അച്ഛനുമായിട്ടില്ല. പക്ഷേ റെയിൽവേ ബന്ധമുണ്ട്. കാരണം റെയിൽവേക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് പാളങ്ങളാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ 2 പാളത്തിൽ കൂട്ടുകാരും കൈയും പിടിച്ച് നടന്നാണ് ഞാൻ സിനിമാ കഥ പറയുന്നത്. വീട്ടിൽ വന്ന് കിടക്കുകയാണെങ്കിൽ ക്വാർട്ടേഴ്സിൽ കിടന്ന ക്വാർട്ടേഴ്സിലെ റൂഫിങ്ങിലെല്ലാം റെയിൽവേ പാളങ്ങളാണ്. ഷർട്ട് തൂക്കിയിടുന്ന പെഗ് അത് റെയിൽവേ പാളം. എല്ലായിടും നമ്മൾ പാളങ്ങളാണ്. നമ്മൾ അതിൻ്റെ ഒരു സ്വാധീനത്തിലാണ് ചിത്രം. ഈ ന്യൂജൻ സിനിമകളുടെ കാര്യങ്ങൾ പറയുമല്ലോ, അത് സാറ് 80s സാറായിരുന്നു ഒരു ന്യൂജൻ വേവ് കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ന്യൂജൻ സിനിമകളും ഉണ്ടല്ലോ, അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ സാറിന് എന്താ പേഴ്സണലി തോന്നാറുണ്ട്? അതെനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് എനി കമൻറ്റ്. അതൊരു ശൈലിയാണ്. നമുക്കതിനെപ്പറ്റി ഞാൻ പറയുന്നത് ശരിയല്ല. അത് അവർ എടുത്തോട്ടെ. അത് ആൾക്കാർ സ്വീകരിക്കേണ്ട പോലെ അവർ സ്വീകരിച്ചോളും, തിരസ്കരിക്കും. ഇപ്പോൾ ഈ സിനിമാ സെറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. സാറിന് തോന്നിയ ഒരു മാറ്റം എന്തായിരിക്കും? ഇന്നിപ്പോൾ ഒരു സംവിധാനം ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ സാറ് മുമ്പ് ചെയ്തു വന്ന പാറ്റേണിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമായിരിക്കും എന്ന് സാറിന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താ? അല്ല, ഐഡിയാസ് മാറുന്നില്ലല്ലോ, എക്സിക്യൂഷനേ മാറിയിട്ടുള്ളൂ. ഐഡിയാസ് നമ്മളൊന്നും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഞാനാണ് ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ എക്സിക്യൂഷൻ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് പേന കൊണ്ട് നമ്മൾ എഴുതിയിരുന്ന ഇപ്പം മൊബൈൽ നോക്കത്തേ ഉള്ളൂ. പണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്താൽ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന സിനിമയിലെ റഷ് വരുമ്പോൾ 1 മാസം കഴിയും. മനസ്സിലായില്ലേ? എന്നിട്ടാണ് നമ്മൾ അയ്യോ ഇതിങ്ങനെ അടിക്കുന്നതായിരുന്നത്. ഇന്ന് എടുക്കുന്ന ഉടനെ ഇട്ട് കാണുകയാണ്. ആ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അന്നെടുത്ത സിനിമകൾ ഒട്ടും മോശമല്ല. അതിനാണ് കുറച്ചുകൂടെ ശ്രമകരം. അതെ. ഇപ്പോഴും ഈ റീ റിലീസുകളുടെ കാലവും കൂടെ ആണല്ലോ. അപ്പോൾ സാറിൻ്റെ ഒരു സിനിമ ഇപ്പോൾ റീ റിലീസ് ചെയ്യണമെന്ന് സാറിന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം സാറിൻ്റെ മനസ്സിലേക്ക് വരുന്ന പടം ഏതായിരിക്കും? അല്ല, അങ്ങനെ ഞാനത് ആലോചിച്ചിട്ടേ ഇല്ല. കാരണം അതെനിക്കൊരു പഴങ്കഞ്ഞി വിളമ്പെന്ന പോലെ ആകുന്നത്. അത് 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ സിനിമ മോശമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അത് മോശമായിട്ടാണല്ലോ പഴയ ആളെ കൊണ്ടിരുന്നത്. അതിനോട് ഞാൻ സാത്വികമായിട്ട് യോജിക്കുന്നില്ല. പിന്നെ കച്ചവടത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ മുടക്കുന്ന കാശ് കിട്ടുകയാണെങ്കിൽ കിട്ടോട്ടേ ഉള്ളൂ. ഇറ്റ് ഈസ് പ്രോപ്പർട്ടി, യു ക്യാൻ ഡു എനി ടൈംസ്.
പ്രതിച്ഛായയിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്യാരക്ടറാണ് ചെയ്തത്. സാറിന് പേഴ്സണലി ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു CM പറയുകയാണെങ്കിൽ അത് ആരായിരിക്കും? അങ്ങനെ പറയാം, എനിക്ക് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. എന്നുവെച്ചാൽ അറിയാം, അറിയാം. എൻ്റെ അറിവിൽ ഇപ്പം ഞാൻ ഒരു ലീഡർ കരുണാകരൻ നല്ല പരിചയമാണ് എനിക്ക്. എന്നുവെച്ചാൽ വളരെ അടുപ്പമാണ് അദ്ദേഹം ഒന്ന്. പിന്നീട് നമുക്ക് പറയാം EK നായനാർ, അദ്ദേഹം വളരെ അടുപ്പമുള്ള ആളാണ്, ഒരുപാട് ഓർമ്മകളുണ്ട്. AK ആൻ്റണി കോണ്ടാക്റ്റുള്ള ആളാണ് ഞാൻ. ഉമ്മൻചാണ്ടി എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്. എന്നുവെച്ചാൽ ഈ അടുത്ത സുഹൃത്ത് വെച്ചാൽ എനിക്ക് വിളിച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ അവർ എല്ലാവരും തന്നെ എന്നോട്, പിന്നെ എൻ്റെ സിനിമകളാണ് അവർ അടുപ്പിച്ചത്, മനസ്സിലായി. ബാലേന്ദ്രനാണ് എന്ന് പറഞ്ഞ് സ്വീകാര്യം തന്നിട്ടുണ്ട്. അച്യുതാനന്ദനെ ഞാൻ അതേമാണെങ്കിൽ പ്രേം നസീർ ഒരു പുരസ്കാരം സമ്മാനിച്ചത്. ഇങ്ങനെ പലരും അവാർഡൊക്കെ തന്നാണെങ്കിൽ പരിചയമുള്ള കൂടുതലുണ്ട്. മലയാളത്തിലെ പൊളിറ്റിക്കൽ സിനിമാസ് എപ്പോഴും ഒരു മൈൽ സ്റ്റോൺ സിനിമകളായിരിക്കും. ഇപ്പം നയം വ്യക്തമാക്കുക സാറിൻ്റെ പടം, ദ ട്രൂത്തിൽ സാറ് തന്നെ ചെയ്ത ക്യാരക്ടർ, രാഷ്ട്രീയക്കാരനായിട്ട് ചെയ്ത ക്യാരക്ടർ, പിന്നെ ഈ ക്യാരക്ടേഴ്സ്, ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഓർമ്മകളോ കാര്യങ്ങളോ? കാരണം ഇതിലെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങൾ. അതെ, ട്രൂത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത് മാത്രം പറയാം. അതായത് ട്രൂത്ത് പിന്നെ ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്ത പടം. അതിൽ ഞാൻ മുഖ്യമന്ത്രിയാണ്. രസകരമായ ഒരു കഥ. മുഖ്യമന്ത്രിയുടെ റോളാണ് ഈ ചെയ്തത്. ഗസ്റ്റ് അപ്പിയറൻസാണ്. പടത്തിൻ്റെ ടൈറ്റിലിൽ തന്നെ ഞാൻ ചത്തുപോവുക, കൊല്ലുകയാണ് എന്നെ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളതുകൊണ്ട് ഞാൻ ഉള്ളതുകൊണ്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് പറഞ്ഞപ്പോൾ ഒരു എമൗണ്ട് പറഞ്ഞു. അത് ഇത്തിരി കൂടിയ എമൗണ്ട് ആണെന്ന് അവർ പറയുന്നു. ഞാൻ പറഞ്ഞില്ലത്, ഞാൻ ടൈറ്റിലൂടെ മാത്രമല്ലേ വരുന്നുള്ളൂ, എനിക്ക് ഈ പടത്തിൽ സാമ്പത്തികമല്ല വേറെ എന്താ പറയാനുള്ളത്. നിങ്ങൾക്കിത് മുതലാകുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ അവരെന്നെ തന്നെ വെച്ചു. പിന്നീട് ഇത് മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞുകൊണ്ട് വളരെ കാലികമാണ് ഈ പറഞ്ഞത്. പിന്നീട് പിന്നെ മമ്മൂട്ടി എന്നെ എപ്പോഴോ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, വരേന്ദ്രൻ നിങ്ങൾ ഭയങ്കര എമൗണ്ട് വാങ്ങിക്കാണല്ലോ. താമസം എന്ത് പറ്റി? അല്ല, ട്രൂത്തിൽ നിങ്ങൾ ഇത്രയും രൂപ വാങ്ങിച്ചെന്ന് പറയുന്നത് കേട്ടു. ഞാനിപ്പോൾ കണക്ക് കൂട്ടി. അപ്പോൾ ഞാൻ എത്ര രൂപ വാങ്ങിക്കണം? ഞാനിപ്പോഴത്തെ നായകനോട് അഭിനയിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല മമ്മൂട്ടി. അവരിങ്ങോട്ട് വന്ന് ഞാൻ എൻ്റെ കണ്ടീഷൻസ് പറഞ്ഞു, അവർ കേട്ടു വന്നു. ഞാൻ തന്നെ പറഞ്ഞാൽ കൊടുക്കണം. അങ്ങനെ പുള്ളി പറഞ്ഞത്. ഞാൻ പറഞ്ഞു കൊടുക്കണം. പിന്നെ പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല ഞാൻ വരുന്നത് തന്നെ നിങ്ങളുടെ മരണം അന്വേഷിക്കണം മുഖ്യമന്ത്രിയുടെ. ചത്തവന് വിലയില്ലേ, പിന്നെ വരുന്നവനെന്തോ വില. ആ വിലയാണ് ഈ പടത്തിലുള്ളത്. നിങ്ങൾ സംസാരിക്കുന്ന പടം ട്രൂത്തല്ല, അല്ല ഇപ്പോഴത്തെ പ്രതിച്ഛായയിൽ എന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം കണ്ടപ്പോൾ ഞാൻ അതാ ഓർത്തത്. പ്രേക്ഷകൻ്റെ പ്രിയപ്പെട്ടവനായിരിക്കണം, അത് ആ ഇമേജ് കൗണ്ട് ചെയ്യുന്നേ പറഞ്ഞു. ഇപ്പോഴും ആ ഫാമിലി ഓഡിയൻസ് മനസ്സിൽ സാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രാൻഡ് ഉണ്ട്, അത് അവിടെ ക്യാഷ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സിനിമയുടെ കാര്യം, ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കരുണാകരൻ സാറ് മുമ്പ് രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ പഴയ കഥകളാണ്. അതെ. പിന്നെ സാറിന് അപ്പോഴേ താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് തന്നെയാണ്. അല്ല, ഞാൻ രാഷ്ട്രീയം ഒന്നും നമ്മുടെ കപ്പ് ഓഫ് ടീ അല്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ അതിനകത്ത്, എന്തൊരു അഭാവം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയം ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. ദിവസം എൻ്റെ പത്രം വായിക്കും. അന്ന് അങ്ങനെ ക്ഷണിക്കാനുള്ള കാരണം എന്തായിരുന്നു? കോൺഗ്രസ്സിലേക്ക് ആ സമയത്ത് ലീഡറുടെ താല്പര്യപ്രകാരം സാംസ്കാരിക രംഗത്ത് നിന്ന് 5-6 പേരെ കൊണ്ടുപോകും. അതിലൊന്ന് ഞാനാണ്. പിന്നെ സാവിത്രി ലക്ഷ്മൺ കോൺഗ്രസ് ആണെങ്കിൽ അവരാണ്. അതുപോലെ ഒരു മാർക്സിസ്റ്റ് കാര്യമുണ്ട്, അത് സമയം നാക്ക് കുഴയുന്നു പോട്ടെ. അപ്പോൾ അദ്ദേഹം എന്നോട് പാർട്ടിയിൽ കൊണ്ടുവരാൻ, പാർട്ടി നന്നാക്കാനും ഒക്കെ ആയിട്ട് പാർട്ടിയിലെ മുഖമെനുക്കൽ നോക്കിയതാണ്. ഞാനതൊന്ന് സൗകര്യപൂർവ്വം ഒഴിഞ്ഞതാണ്. കാരണം അല്ലാതെ തന്നെ ഞാൻ ഫുള്ളാണ്. എല്ലാം കൂടെ പിടിക്കാൻ പോയിട്ട് എന്താ കാര്യമുള്ളത്? അത് വലിയ ജോലിയല്ലേ രാഷ്ട്രീയം. ഈ നയം വ്യക്തമാക്കുക ജി കാർത്തികേയൻ്റെ ജീവിതത്തിൽ നിന്ന് ഇൻസ്പയർ ആയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കഥ എന്താ സാർ? ഇല്ല, നയം വ്യക്തമാക്കുന്നത് എനിക്ക് രാഷ്ട്രീയ ചിത്രം ചെയ്യണം തോന്നി എനിക്ക്. അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ടായി. കാർത്തികനുണ്ട്, ഹസൻ ഉണ്ടായിരുന്നു, PM ബഷീർ എന്ന് പറഞ്ഞ വക്കലക്കാരൻ സുഹൃത്തുണ്ടായിരുന്നു. അവരെല്ലാവരും ഞങ്ങളുടെ ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയാണ്. ഇത്രയും 50 വർഷത്തെ സിനിമാ ജീവിതത്തിൽ പെട്ടെന്ന് നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയുടെ മൊമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും സാറിൻ്റെ മനസ്സിൽ നിന്ന് പോകാത്ത എന്തെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടോ? ഇല്ല, എൻ്റെ ഓരോ സിനിമയും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഓരോ രീതിയിൽ എല്ലാത്തിനും പിന്നിൽ നല്ല, എനിക്ക് ഈ 50-ാം വർഷം ഞാൻ സമയം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഒരു ഇങ്ങനെയുള്ള വളരെ സ്വകാര്യമായ എൻ്റെ സിനിമയിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടൊരു പുസ്തകം ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഒരുപാടുണ്ട്. അതൊരു വരാൻ പോകുന്ന ചലച്ചിത്ര വിദ്യാർത്ഥിക്കും പലതും അതിൽ നിന്ന് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന കാരണം. എൻ്റെ ഒരു സംഭാവന 50-ാം വർഷം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം. എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, ഇന്ന തരത്തിലൊരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഒരു സബ്ജക്റ്റ്. ഞാൻ കൈവയ്ക്കാത്ത മേഖല ഇതാണ് എന്നെനിക്ക് തോന്നുന്നു. സാർ കൈവയ്ക്കാത്ത മേഖലയില്ല, എന്നാലും കൈവയ്ക്കാത്തൊരു മേഖല അതാണ്, അതെനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ കാത്തിരിക്കാറുണ്ട്. എനിക്ക് എന്നെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ
സാങ്കേതികമായ ജ്ഞാനം എനിക്കില്ല. എന്ന് വെച്ചാൽ ബോംബ് എക്സ്പ്ലോഷൻ, കമ്പ്യൂട്ടർ സംബന്ധിച്ച് അതൊന്നും താല്പര്യമില്ല. മനുഷ്യ വികാരങ്ങളാണ് എൻ്റെ ആയുധം. അതിന് എത്രത്തോളം വൃത്തിയായിട്ട് കാണിക്കാൻ പറ്റും, മനസ്സിൽ പതിയുന്ന പോലെ. ഇപ്പോൾ നേരത്തെ നിങ്ങളുടെ കൂടെ വന്ന ക്യാമറമാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ ടൈറ്റിൽ കഥാ ദീർഘാസം അവിടെ നിൽക്കുക അതെന്തെങ്കിലും കാണും എന്ന അമ്മ പറഞ്ഞ പ്രതീക്ഷ ഇന്നും പ്രേക്ഷകർക്ക് എന്തെങ്കിലുണ്ടെങ്കിൽ ഞാൻ ധന്യനാണ്. അപ്പോൾ ഇനിയും ആ മാജിക്കുകൾ പ്രതീക്ഷിക്കാം നമുക്കല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ അവസാന നിമിഷം വരെ എൻ്റെ മനസ്സ് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ചിന്തിക്കും. എൻ്റെ റിലാക്സേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഭാവനാലോകമാണ്. അത് ഈ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറ്റിയിട്ട് ഞാൻ സമയം കണ്ടെത്തിയും അതിൻ്റെ ഒരു ഓരോ എക്സ്പ്രഷനാണ്. എനിക്കൊന്നുമില്ലെങ്കിൽ ഞാൻ പോയി ഒരു ഹാൾ ബുക്ക് ചെയ്ത് കുറച്ച് പാട്ടുകൾ പാടും, അതും എനിക്ക് എക്സ്പ്രഷനാണ്. പക്ഷേ അതിൻ്റെ തൊഴിലില്ലാത്തതുകൊണ്ട് ആരെയും വിളിക്കാത്തത്. സോ പല രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ തണുപ്പിച്ചുകൊണ്ടേയിരിക്കണം, അപ്പം തന്നെ നല്ല സാധനം വരും. ഓക്കെ സാർ, അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഏതായാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങളടുത്ത് ഈ ചിത്രം എനിക്ക് തന്നിട്ടുള്ള ഒരു ഊർജ്ജം, പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയ ഒരു പ്രോത്സാഹനം, അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുന്നത് എല്ലാവരും ഈ പറഞ്ഞ സിനിമ പിന്നെ പ്രതിച്ഛായ തിയേറ്ററിൽ പോയി കാണണം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കാണുന്ന ഞാനാണോ അപ്പോൾ തിയേറ്ററിൽ കാണുന്ന ഞാനാണോ, അതിലേതാണ് നിങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നുന്ന ഒരഭിനയം എന്നുള്ളത്. ഇതിന് ഒരു അഭിനയമാണല്ലോ സംസാരിക്കുമ്പോഴും. എനിക്ക് ആ കഥാപാത്രം ഒരു കഥാപാത്രമായിട്ടിരിക്കുക കേട്ടോ, ഞാനല്ലത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രം പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഇനി നിങ്ങളുടെ ലയിപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ വേണം അതിനെ പരിപോഷിപ്പിച്ച് ഒരു ഗംഭീര വിജയമാക്കി തരാനായിട്ട്. ഒരു നല്ല കുടുംബ ചിത്രമാണ്. എല്ലാവരും പറയുമ്പോൾ ബി ഉണ്ണികൃഷ്ണൻ തന്നെ ഏറ്റവും നല്ല ചിത്രമെന്ന് പറയുന്നത്. അതും എനിക്ക് സന്തോഷം. ഞാനിവിടെ ആദ്യമായിട്ട് സഹകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പടം ദ ബെസ്റ്റായി എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ വീണ്ടും കാണാം. നിങ്ങളുടെ ധൈര്യത്തിൽ, പ്രോത്സാഹനത്തിൽ വീണ്ടും എന്നിൽ നിന്ന് പലതും പ്രതീക്ഷിക്കാം. തൽക്കാലം ബൈ.